ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സന്തോഷമായി ചേച്ചി. മോളെ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. എപ്പോഴും എന്റെ പ്രാർത്ഥനയുണ്ട്. തൽക്കാലം ഞാൻ ഫോൺ വെക്കാം. ശരി ചേച്ചി. ശരി മോളെ. പ്രേമം ഉള്ളിൽ വെച്ച് പൂട്ടി എനിക്ക് ആ വിവാഹത്തിന് സഹകരിക്കേണ്ടതായി വന്നു. കഷ്ടമായിപ്പോയി. കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വർഷയ്ക്കൊരു ഹിന്റെങ്കിലും കൊടുക്കായിരുന്നു. ശ്യാമനെയും വർഷയെയും അടുത്ത് കണ്ടപ്പോ നിങ്ങൾ നല്ല ജോഡിയായിരുന്നു എനിക്കും തോന്നി. ശ്യാം അവളെ വിവാഹം കഴിക്കേണ്ടതായിരുന്നു. അതിരിക്കട്ടെ, നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് വർഷയുടെ ഭർത്താവിന് വല്ല സംശയമുണ്ടോ? എങ്ങനെ മനസ്സിലായി? നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് ഞാൻ കേട്ടില്ല. പക്ഷേ അയാളുടെ മുഖഭാവം കണ്ടപ്പോ മനസ്സിലാക്കി അയാളുടെ നമ്പർ 1 ശത്രുവാണ് ശ്യാമെന്ന്. ശരിയാ, അയാളൊരു സംശയരോഗിയാ. ഒരു ചോദ്യം കൂടി. വർഷയെ ശ്യാം പൂർണ്ണമായി മറന്നു കഴിഞ്ഞില്ലേ? ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന അവളോടുള്ള പ്രേമവും ഉപേക്ഷിച്ചോ? അവളെ പൂർണ്ണമായി മറക്കാൻ എനിക്ക് കഴിയില്ല. അവളുടെ പകരക്കാരിയായിട്ട് മറ്റൊരാളെ കാണാനും കഴിയില്ല. ഇനി ദേവിയോട് എനിക്കൊരു ചോദ്യം. ഞാനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞല്ലോ. മറ്റൊരാളെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന എന്നെ ഇനിയും ദേവിക്ക് ഇഷ്ടമാണോ? സംശയം എന്താ? പ്രണയ നൈരാശ്യമൊന്നും എനിക്ക് പ്രശ്നമേ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? വർഷ ഉള്ളിലുണ്ടെന്നുള്ള സത്യം തുറന്നു പറഞ്ഞപ്പോ എനിക്ക് ശ്യാമിനോടുള്ള ഇഷ്ടം വർദ്ധിച്ചിട്ടേ ഉള്ളൂ. അഥവാ വിവാഹം നടക്കുമെങ്കിൽ നമ്മുടേത് ഭൂതകാലം ചികഞ്ഞു നോക്കാത്ത ജീവിതം, വർത്തമാന കാലത്തിനും ഭാവി കാലത്തിനും മാത്രം ഊന്നൽ നൽകുന്ന ജീവിതം. പ്രേമരഹസ്യം തുറന്നു പറഞ്ഞ ദേവിക വിട്ടുപോയിക്കൊള്ളുന്ന ഞാൻ കരുതിയത്. ആ ലൈബ്രറി വെച്ച് പുസ്തകം മോഷ്ടിച്ചതുപോലെ ദേവിക ഇപ്പൊ എന്റെ മനസ്സും അടിച്ചു മാറ്റിയിരിക്കുന്നു. ആ, ഇനിയെല്ലാം ദേവികയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഹലോ വന്ദനേച്ചി, എത്ര ദിവസമായി ശബ്ദം ഒന്ന് കേട്ടിട്ട്. എപ്പോഴും നിന്നെ വിളിക്കണമെന്നുണ്ട് മോളെ, പക്ഷേ അതിനവിടെ അനുവാദമില്ലല്ലോ. പിടിക്കപ്പെട്ട ഫോൺ ചെയ്യുന്ന ഞങ്ങൾക്കും കുറ്റമായിരിക്കും. അത് അറ്റൻഡ് ചെയ്യുന്ന നിനക്ക് അതിനേക്കാളും കുറ്റം. അത് പേടിച്ചിട്ടാ മോളെ വിളിക്കാത്തത്. അറിയാം ചേച്ചി, ഇപ്പൊ ഏട്ടൻ ഓഫീസിലാ, ഉടനെ എങ്ങും വരില്ല. അതുകൊണ്ട് ചേച്ചി പെട്ടെന്ന് ഫോണൊന്നും വെച്ച് കളയരുത്. ആദ്യം നിന്റെ വിശേഷങ്ങളൊക്കെ പറ, ചേച്ചി കേക്കട്ടെ. ഇപ്പൊ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ചേച്ചി. അഥവാ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഉടനെ എന്നെ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് എത്തിച്ചിരിക്കും. അതിന് പരിഹാരം കണ്ടിട്ടേ ഏട്ടന് ബിസിനസ് കാര്യങ്ങൾ എന്തോ ഉള്ളൂ. ആശ്വാസം. വിക്രം ഒരു പ്രത്യേക സ്വഭാവക്കാരനാണെങ്കിലും ഈ സമയത്ത് അയാൾ നിന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും ഒക്കെ നീ ദൈവത്തോട് നന്ദി പറയണം മോളെ. നന്ദി പറയുന്നുണ്ട് ചേച്ചി. ഒപ്പം ചേച്ചിയുടെ പ്രാർത്ഥനയുണ്ടാവണം. അത് എപ്പോഴും ഉണ്ടല്ലോ. ആ പിന്നെ അച്ഛമ്മ എന്ത് പറയുന്നു? ശബ്ദമൊന്നും കേൾക്കാനില്ലല്ലോ. ശബ്ദമൊക്കെ ഉണ്ട്,
പക്ഷെ ഏട്ടനെ ഭയന്ന് വോളിയം അല്പം കുറച്ചിട്ടുണ്ടെന്ന് മാത്രം. അന്ന് ചേച്ചിയൊക്കെ വന്നപ്പോ പരിചയപ്പെട്ട വേലക്കാരിയില്ലേ, അവരോടൊപ്പോ അച്ഛമ്മ സമയം ചെലവഴിക്കുന്നത്. അച്ഛമ്മയുടെ പുരാണ കഥകളൊക്കെ അവര് താല്പര്യപൂർവ്വം കേൾക്കുന്നുണ്ട്. പിന്നെ അച്ഛമ്മയെ ശരിക്കും സുഖിപ്പിക്കുന്ന തരത്തിലൊക്കെ വർത്താനം പറയാനും അവര് മിടിക്കുക. അതുകൊണ്ട് അച്ഛമ്മയെ സംബന്ധിച്ചിടത്തോളം ബോറടിയുടെ പ്രശ്നമേ ഇല്ല. അതൊരാശ്വാസം. പിന്നെ മറ്റു വിശേഷങ്ങളൊന്നുമില്ലല്ലോ? എനിക്ക് തൽക്കാലം മറ്റു വിശേഷങ്ങളൊന്നുമില്ല. ചേച്ചിയുടെ പുതിയ വീട്ടുവിശേഷങ്ങളാ അറിയേണ്ടത്. സുഖാണ് മോളെ. പിന്നെ തമാശ അതല്ല, ഇവിടെ ഒരാള് ഉത്തമ ഗ്രഹനാഥന്റെ റോളിലാ. അതാര്? വേറെ ആര്, എന്റെ ഭർത്താവ് ജഗൻ. എന്ത് ജോലി ചെയ്തിട്ടാണേലും ഭാര്യയെ പോറ്റാൻ മനസ്സുള്ളൊരു ഭർത്താവ്. ഞാൻ അക്കാര്യത്തില് ഭാഗ്യവതിയാണ് വർഷേ. സന്തോഷായി ചേച്ചി. ജാതകദോഷവും എന്തുമാത്രം അപവാദങ്ങളും കേട്ടതാ എന്റെ ചേച്ചി. അങ്ങനെയുള്ള ചേച്ചിക്ക് ദൈവം കരുതി വെച്ചിരുന്ന പുണ്യമാ ജഗൻ ചേട്ടൻ. സന്തോഷമായി ചേച്ചി. മോളെ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. എപ്പോഴും എന്റെ പ്രാർത്ഥനയുണ്ട്. തൽക്കാലം ഞാൻ ഫോൺ വെക്കാം. ശരി ചേച്ചി. ശരി മോളെ. മാന്യമായിട്ട് തൊഴിലെടുത്ത് ജീവിക്കാൻ പോലും അനുവദിക്കാത്ത നിങ്ങളാണോ ഒരു അച്ഛൻ? നിങ്ങൾ അച്ഛനെയും മകനെയും തമ്മിൽ തെറ്റിക്കുന്നതും തെറ്റണമെന്ന് ആഗ്രഹിക്കുന്നതും ജഗന്റെ ആനന്ദ വലിയ അപ്പച്ചി മാത്രാണ്. എന്താ ഒരു വിഷമം? ഞാനിന്ന് ജഗനെയും ബന്ധനെയും കണ്ടിരുന്നു. മാനത്തെ കൊട്ട